മറച്ചിടാം. ഹായ് ഹായ്, ഇന്ന് നമ്മൾ രാത്രിത്തെ ഡിന്നർ സ്പെഷ്യലിന് വന്നതാണ് അല്ലേ? ഇതാ നമ്മളെ റവയെ കൊണ്ടുള്ളൊരു സംഭവമായിട്ട് ഉണ്ടാക്കണത്. അതെ, ബൺ ദോശ. പണ്ട് ചിലവരൊക്കെ കഴിച്ചിട്ടുണ്ടാവും കേട്ടോ, പക്ഷെ എളുപ്പമായതുകൊണ്ടാണ് നമ്മളിന്ന് നൈറ്റ് ഡിന്നർ ആയിട്ട് അതന്നെ ഫിക്സ് ചെയ്തത്. അതെ, അപ്പൊ ഇനി എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് കേട്ടോ, അതൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. സവോള, ക്യാരറ്റ് അല്ലേ, അതൊക്കെ കഴുകി റെഡി ആക്കി വെച്ചാൽ പച്ചമുളക്, കറിവേപ്പില. നമുക്ക് ക്യാരറ്റൊക്കെ ഒന്ന് ചേരണ്ട. ഓക്കെ, ഒരു ക്യാരറ്റ് നേരത്തെ എടുത്ത് വെച്ചായിരുന്നു. അതെ അമ്മ. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ പറയാമേ? വിശേഷങ്ങൾ എന്താ, നാളെ ഒന്ന് അമ്പലത്തിൽ പോണം. അതെ, നാളെ നമ്മള് തിരുമാന്താകുന്ന്, അതെ, തളിയിലമ്പലം, തളിയമ്പലം, പിന്നെ അയ്യപ്പൻകാവ്, ഈ 3 അമ്പലത്തിലാണ് പോവാൻ വിചാരിക്കണത്. അപ്പൊ അതൊക്കെ എല്ലാരും കാണിക്കാം. മുത്തശ്ശിയുടെ ചാനലിലാവും ആ വീഡിയോ വരിക. അതെ ലമോ, അതെ, പിന്നെ നമ്മള് 10K ആയതിന്റെ സന്തോഷമുണ്ട്. നമ്മളെ സൂപ്പർ ഫാമിലി നമ്മളിതുവരെ എത്തിയത് ഒന്നും പറയാനില്ല, സത്യമാണ്. മുത്തശ്ശിയുടെ ചാനൽ കാണുന്നവര് ഇതും കാണുന്നുണ്ട് കുറെ പേര്. നമുക്ക് നല്ല നല്ല കമന്റ് ഇട്ട് തരുന്നുണ്ട്. നല്ല സന്തോഷമുണ്ടേ. അതെ, അപ്പൊ ആദ്യം ക്യാരറ്റും ഇതൊക്കെ അരിഞ്ഞു വെക്കാം അല്ലേ? അതെ, എന്നിട്ട് എല്ലാരും കാണിക്കാം, അല്ലെ ഇനി എല്ലാവർക്കും ബോറടിച്ചാലോ? അതെ, അപ്പൊ ക്യാരറ്റ്, സവാള, പച്ചമുളകൊക്കെ റെഡി ആക്കി വെക്കട്ടെ. അല്ല, അതിന്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? അത് റെഡിയാക്കണ്ടേ? ആ, നമ്മുടെ റവയുടെ ബാറ്റർ റെഡിയാക്കാണ്ട് അല്ലേ? അത് ആദ്യം ചെയ്യാം. ഓക്കെ, അപ്പൊ എന്നിട്ട് നുറുക്കാതെ, അതാ നല്ലത്. അപ്പൊ എന്താ കാരണം എന്നറിയോ, അത് കുറച്ച് സമയം ഇരിക്കണം. അപ്പോഴേക്കും അത് റെഡി ആയി വരുള്ളൂ, ഒന്ന് പൊങ്ങി വരണ്ടേ. ബണ്ണ് പറഞ്ഞാ എന്താ, ഇങ്ങനെ ഉണ്ട പോലെ, നമ്മളൊക്കെ പോലെ. അതെ അതെ, നമ്മളെ തന്നെ സ്വയം ബോഡി ഷേമിങ് ചെയ്യാണ്. അയ്യോ, ട്രോളാണ്. അപ്പൊ നമുക്ക് ഇത് ബാറ്റർ ഉണ്ടാക്കാം കേട്ടോ. ഫസ്റ്റ് ഇല കഴുകുക കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. മുത്തശ്ശി ഇന്നലെ സാമ്പാറൊക്കെ ഉണ്ടാക്കിയില്ലേ, നമ്മൾ ഇന്നലെ അമ്പലത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ മുത്തശ്ശിയുടെ കമന്റ് കണ്ടായിരുന്നു കേട്ടോ ഞാന്. പിന്നെ സാമ്പാർ ഇത്രയും ഇതൊക്കെ എങ്ങടാണ് ഭക്ഷണം കൊടുക്കണം എന്നുള്ളത്. അപ്പൊ എന്താ, അല്ല മുത്തശ്ശിയുടെ ഈ ചാനലിൽ കണ്ടത് ഞാൻ ഇതിലിട്ടത്. അതിലാണിട്ട്, ശരിയാ, മാറിപ്പോയതാമു. അപ്പൊ നമുക്കൊരു അമ്പലത്തിലേക്ക് കൊടുക്കാനുള്ളതായിരുന്നു, സ്വാമിമാർക്ക് ഭിക്ഷ ആയിട്ടുള്ളത്. ഉച്ചക്ക് കഴിച്ചു പോവാൻ വേണ്ടിട്ട് ശബരിമലയ്ക്ക് പോകുമ്പോ. അല്ല, ആദ്യം റവ നന്നാക്കാം. റവ ഇതാക്കാം, അല്ല അതുകൂടെ ആക്കട്ടെ. നമുക്ക് റവ വെക്കാം. ഞാൻ ചമ്മ മറന്നു പോന്നു. നമ്മുടെ അച്ഛന്റെ പണിയുണ്ടോ? പുതിയതായിട്ട് എടുത്ത സ്പോഞ്ചായിരുന്നു ഇത്. അമ്മ ഇവിടൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു സ്ലാബിൽ ഈ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ അച്ഛൻ്റെ മെയിൻ ഹോബി എന്താ വെച്ചാൽ, ഇത് ഇത്രയും കറയും ചളിയൊക്കെ കാണാല്ലേ, നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? ഇതാ ഇത്രയും അഴുക്ക് വരാൻ കാരണം അച്ഛനാണ്. എന്താ അച്ഛൻ രാത്രി പാത്രങ്ങളൊക്കെ കഴുകൊക്കെ റെഡിയാക്കിയൊക്കെ എല്ലാ പണി, പാത്രം അവിടെ നിന്നാണ് കഴുകുക. ഇവിടെ ആകുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അപ്പുറത്തെ കൊട്ടത്താളത്തുനിന്നാണ് കഴുകാറ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വെച്ചപ്പോ ഒരു ദിവസം രാവിലെ ഇവിടെ നല്ല വെള്ളപ്പശയിലൊക്കെ ഉണക്കി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ കൈ കഴുകൊക്കെ ചെയ്യുമ്പോ ഇവിടെ അങ്ങനെ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ ഇങ്ങനെ ഇതായിട്ട്? അപ്പൊ അച്ഛൻ പറയാണ്, അച്ഛൻ എന്താ പരിപാടി അറിയോ, ഇതെടുത്തിട്ട് ഇവിടെ തുടയ്ക്കാനല്ലേ നമ്മള്. അച്ഛൻ ഇവിടെ ഒരു വെള്ളം വരയ്ക്കും, ഇവിടെയൊക്കെ ഇങ്ങനെ ഈ ഇതുമ്പൊക്കെ നല്ലോണം തുടയ്ക്കും. അതാണ് ഇങ്ങനെ ഇത് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു അറിയാം, അച്ഛനോട് ഇത് എടുത്തോളാൻ പറഞ്ഞു. ഞങ്ങള് വേറെ ഒന്നും എടുത്തോളാൻ പറഞ്ഞു. അതിലൊരു അറിയണുണ്ടല്ലോ, ഇവിടെ അടിയാണ് ഇതിന് വേണ്ടിട്ട്. അത് അച്ഛൻ പറഞ്ഞ സമ്മതിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞേ, അല്ല ഇത് നമ്മൾ ഇവിടെ തുടക്കിയെടുത്തതല്ല, അല്ല ഇതെനിക്ക് അമ്മു തന്നതാ വേറെ. ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല, അച്ഛൻ നോണ അറിയാണ്. ഒന്നെ നമ്മൾ എടുത്തിട്ടില്ല. അതെ, അപ്പൊ നമുക്ക് എന്നാല് വേഗം റവ കലക്കി വെക്കാം. അങ്ങനെ നമ്മൾ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തൈര് ചേർക്കാം. അയ്യോ, റവ അവിടെ പോയി. ഇനി നമുക്ക് കുറച്ച് കട്ട തൈര് വേണം അല്ലേ? നമ്മൾ 1 സ്പൂൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നല്ല ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം വേണ്ടി വരും. അപ്പം നമ്മൾ 1 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. അതാ റെഡിയായി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് 1 സ്പൂൺ കൂടെ ചേർക്കാം. പിന്നെ കുറച്ച് വെള്ളം, ഇനി കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. അപ്പം 2 സ്പൂണ് തൈരും കുറച്ച് വെള്ളവും.
നമുക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇളക്കി നോക്കിയതിന് ശേഷം വെള്ളം പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. അത്യാവശ്യം വെള്ളം വേണ്ടി വരും അല്ലേ? എന്താ പറയുക, അധികം ഉണ്ടാന്ന് വെച്ചിട്ടാണേ. അധികമായ പിന്നെ നമുക്ക് ബൺദോശ റെഡിയായി കിട്ടില്ല. കുറച്ചുകൂടെ വേണ്ടി വരും. കുറച്ചുകൂടി വേണം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പൊടിയുപ്പും കൂടെ അതിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. വെള്ളം പോരാ തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് കുറച്ച് സമയം അടച്ചു വെക്കാം കേട്ടോ. ഇത് കുറച്ച് നേരം ഇരിക്കണം. നമ്മളെ ബാറ്റർ റെഡി. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ക്യാരറ്റും സവാളയും ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. ഇതിപ്പോൾ എന്താണെന്ന് അറിയാം, നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോയി വരുമ്പോൾ പെട്ടെന്നൊക്കെ ആകുമ്പോൾ അരിമാവൊന്നും ഇല്ല വിചാരിക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇനി ഇത് നുറുക്കട്ടെ കേട്ടോ. ഇപ്പൊ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മേ. അതെ, പിന്നെ പ്രത്യേകിച്ച് നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കണേ നോൺ സ്റ്റിക്കിലാണ്. അപ്പൊ പിന്നെ ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ കിട്ടും ചെയ്യും. കിട്ടാതിരിക്കുമ്പോ നമുക്ക് ദേഷ്യം. എനിക്ക് ചിലപ്പോ ദോഷം ഉണ്ടല്ലോ ചില സമയത്ത് കിട്ടാറുണ്ട്, ചില സമയത്ത് കിട്ടാൻ നമുക്ക് ദേഷ്യം വരും. അപ്പൊ ഇത് പിന്നെ അതൊന്നും വേണ്ട. നമ്മുടെ പഴയ കല്ലാവുമ്പോഴാ പ്രശ്നം. അതെ, ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഇൻഡസ് വാലിന്ന് വാങ്ങിയ കല്ലായോണ്ട് സുഖമായിട്ട് കിട്ടും. അതെ, പിന്നെ ഇതൊക്കെ അരിയട്ടെ കേട്ടോ. ഇന്ന് ഇതൊക്കെ അരിഞ്ഞതിന് ശേഷം കാണിക്കാം. അമ്മേ, കുഞ്ഞാവയുടെ പാവക്കുട്ടിയല്ലത്? നമ്മളെ കുഞ്ഞാവയുടെ പാവക്കുട്ടിയാണ്. കുഞ്ഞാവ കളിച്ചിട്ട് വെച്ചതാ. കുഞ്ഞാവെ അമ്മായിയൊക്കെ ഇന്നലെ രാത്രി വന്നു കേട്ടോ. അതെ, എല്ലാരും ചോദിച്ചായിരുന്നു. അതെ, കുഞ്ഞാവ എവിടെ, പിന്നെ അനിയന്റെ ഭാര്യ പാർവതി എവിടെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ അവര് ഇത്ര ദിവസം അടൂര് പോയതായിരുന്നു. അവിടെ അമ്മയ്ക്ക് സുഖല്യാണ്ട്. അപ്പൊ എന്തായാലും ഇന്നലെ രാത്രി എത്തി. ഇനി ഇടയ്ക്ക് കുഞ്ഞാവിനൊക്കെ നമുക്ക് വീഡിയോയിൽ കാണിക്കാട്ടോ. അതെ, നല്ല വർത്താനായിരുന്നു. അതെ, ആള് പണ്ടത്തെ പോലെ അല്ല, കുറച്ചുകൂടെ പറയാനൊക്കെ പഠിച്ചു. ജഗജില്യാണ്. നമ്മളൊക്കെ കടത്തി വിട്ടും. ഇന്ന് ഭയങ്കര ഡാൻസ് ആയിരുന്നു വൈകുന്നേരം. അതെ, നല്ല രസം അതിന്റെ സംസാരമൊക്കെ കേൾക്കാൻ. അതെ, എന്നാ പോവാ നമുക്ക്. ക്യാരറ്റ് റെഡി. നമുക്ക് സവാളയും ഇതൊക്കെ അവിടുന്ന് നോക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന്, ഞാൻ ഓർമ്മയില്ലാതെ ഇതാണ് കത്തിക്കുന്നത്, ഇവിടെ കത്തിക്കാനുള്ളത്. ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കടുകൊക്കെ ഒന്ന് പൊട്ടിക്കാം. ആദ്യം പാനൊന്ന് ചൂടാവട്ടെ. ഇത് നമ്മള് കൊറേ നാളായിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചൊരു സംഭവം കേട്ടോ. അതെ, അപ്പൊ എല്ലാരും ഒന്ന് കാണിക്കും ചെയ്യാം. ഒരു ദിവസം 2-3 പേര് ഇങ്ങനെ കമന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് എവിടുന്ന വാങ്ങിച്ചത്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. ഞാൻ വേണേ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. പാനൊക്കെ ചൂടായി. നമുക്ക് കടുക് പൊട്ടിക്കണം. ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ നമ്മൾ കടുക് ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് ഉഴുന്നുപരിപ്പാണ്. കടുക് പൊട്ടുന്നു. നമുക്ക് ഉഴുന്നുപരിപ്പും കൂടെ ഇടാം. അപ്പം നമ്മൾ കടുക് ഉഴുന്നുപരിപ്പ് ഇട്ടു. ഇനി കുറച്ച് ജീരകം. പിന്നെ എല്ലാവരുടെ ടേസ്റ്റിനനുസരിച്ച് കേട്ടോ. ചിലർ കമന്റ് ചെയ്യലുണ്ട് ജീരകം ഇടണോ എന്നുള്ളതൊക്കെ. എല്ലാവരുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇടാം. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഉള്ളി ഇടാം കേട്ടോ. സവാള നമ്മൾ മുറിച്ച് വെച്ചത് ഇടാം. അടുത്ത് ക്യാരറ്റ് ഇടാം. ഇനി മല്ലിയില. നല്ലൊന്ന് വഴറ്റാം. നല്ല സ്മെല്ലമ്മേ. അതെ, നല്ല സ്മെല്ലാ മല്ലിച്ചപ്പിന്റെ സ്മെല്ല്. പിന്നെ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും വേണ്ട. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇത് ഉപയോഗിക്കാമല്ലോ. മല്ലിച്ചപ്പ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല, കറിവേപ്പില ഇട്ടാ മതി. അതെ, കറിവേപ്പില ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് കുറച്ച് പൊടിപ്പും കൂടി ഇടാം കേട്ടോ. കുറച്ച് മതി. എന്താ അറിയാം, നമ്മൾ മറ്റേല് മാവിലുണ്ടല്ലോ, ചേർത്തുണ്ടല്ലോ, അപ്പൊ കുറച്ച് ഇട്ടാൽ മതി.
റെഡി ചെയ്യമ്മേ? ഒന്നുകൂടെ ആവണം. പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാണ്ട്. അപ്പോൾ അതാ മിക്സിയിൽ നമ്മൾ അടിച്ചു കൊണ്ടുവന്നു കേട്ടോ. ഇതാ ഈ രീതിയിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അതാ നമ്മൾ കുറച്ച് അപ്പസോഡ ഇട്ടിട്ടുണ്ട്, ബേക്കിംഗ് സോഡ നല്ലൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരം ഗ്യാസിൽ നമ്മളൊന്ന് വഴറ്റി വെച്ചില്ലേ, അത് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മളുടെ ഈ ഒരു ബാറ്ററിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കി വഴറ്റി വെച്ചിരിക്കുന്ന നമ്മളെ വെജിറ്റബിൾസ് കൂടിപ്പോവും. നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസ് ആണോ ഇഷ്ടം അതൊക്കെ ഇടാം. ഇപ്പോൾ വേണമെങ്കിൽ ക്യാപ്സിക്കം ഇടാം, പിന്നെ ക്യാരറ്റൊക്കെ നമ്മളിട്ടു, ക്യാബേജ് ഇടാം, അതുപോലെ ഗ്രീൻ ചില്ലി ഇടാം. ഇപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ കറിവേപ്പില ഇടാം. ഇപ്പോൾ കടുക് ഇഷ്ടമില്ലാത്തവർക്ക് കടുക് വേണമെന്നില്ല. താളിപ്പ് ഒന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ താളിപ്പ് ഒന്നും ഇടണമെന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് മാറ്റി മറിച്ച് ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്കിനി ഗ്യാസ് എത്തിക്കാം. ഇങ്ങനെ ഒരു ഘട്ക പാൻ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കടുകും ഇതൊക്കെ വറുത്തിടുന്നതാകുമ്പോൾ ബൺദോശയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കും. അതെ, നല്ല ഉണ്ടായിട്ട് വരും. ഒന്ന് ചൂടാവട്ടെ കേട്ടോ പാന്. ഇപ്പം എണ്ണ വേണമെന്നുള്ളവർക്ക് എണ്ണ ഉപയോഗിക്കാം, നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ്. എല്ലാം ഏകദേശം ഒരേ ടേസ്റ്റ് തന്നെ ആകുമായിരിക്കും. അപ്പോൾ നമുക്കിനി ഇതൊന്നും ചെയ്യാനില്ല കേട്ടോ. ഇതിലേക്ക് ഇതാ അത് ചൂടായി, പാന് ചൂടായി. നമുക്കിത് അങ്ങനെ കോരി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സിമ്മിൽ വേണം കേട്ടോ ഇടുക, അത് ശ്രദ്ധിച്ചാൽ മതിയേ. നമ്മളിതൊന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതായി കേട്ടോ. നമുക്കൊന്ന് മറിച്ചിടാം. എന്താ ഭംഗി, മറിച്ചിടാം. ഒരു കുട്ടി ബണ്ണായില്ലമ്മോ. അതെ അതെ, ഇതാണ് ബൺദോശ, കുട്ടി ബൺദോശ. അത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ടും ഓഫീസിലേക്ക് നമുക്ക് പോവാൻ. ഇതിന്റെ കൂടെ കാര ചട്നി, അയ്യവ സൂപ്പറാ. പിന്നെ ഉണ്ടാക്കുമ്പോ കാരണം ഇപ്പൊ സമയമില്ല കേട്ടോ. ഞാൻ അമ്മയോട് ചോദിച്ചത് ചട്നി അരക്കണോ, അപ്പൊ അമ്മ പറഞ്ഞപ്പോ സമയമില്ലേ അമ്മ, കുറെ വൈകിയില്ലേ, ഇപ്പൊ വീഡിയോ എടുത്ത് കഴിയില്ല പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും ഇത്. പിന്നെ നമുക്കിത് എടുക്കാം കേട്ടോ. ഇപ്പം ഇതിലേക്ക് കൊട്ടാട്ടോ. ഹായ്, സൂപ്പർ. നല്ല ബൺ പോലെ ഉണ്ട്. ഈ അമ്മണ്ടല്ലോ അപ്പുറത്തുനിന്ന് തന്നെ ഒഴിച്ചു വന്നു ഗൈസ്, പറ്റിച്ചു. അപ്പൊ നമുക്ക് അടച്ചു വെക്കണ സാധനം ഇവിടെ വന്നു. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ബൺദോശയാണ്. അതെ, അമ്മ എന്തായി, നമ്മുടെ ബണ്ണുകളെല്ലാം റെഡി ആയോ? ഇനി ഇതും കൂടെ ഉള്ളൂ. അതെ അല്ലേ. അപ്പൊ നമുക്ക് നല്ല എളുപ്പമാട്ടോ ഉണ്ടാക്കാനേ. അതെ, ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ഉണ്ടാക്കാം. ശരിക്കും ഒരു 5 മിനിറ്റ് മതി. നമ്മളിത് ഇങ്ങനെ കൊറേ നേരമായിട്ട് ആവണേ ഉള്ളൂ അല്ലേ? അത് അതാവണല്ലോ, തുറന്നപ്പോ ആയിട്ടില്ലേ. നമ്മളിത് ഇങ്ങനെ കൊറേ നേരം കഥ പറഞ്ഞുണ്ടാക്കിയോണ്ടാണ്. നിങ്ങളോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുണ്ടാക്കാലോ. കൂടെ ഉണ്ടെങ്കിലേ. അതെ, ചട്ടണി ഇല്ലേ, കാരാച്ചമ്മന്തി. ചമ്മന്തി, കാരാച്ചട്നി നല്ല ടേസ്റ്റാ. അതെ, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാട്ടോ. പായൊക്കെ അപ്പോൾ അതാ നമുക്ക് ഇതൊന്നും ഒരു ബൺദോശ എടുത്തിട്ട് നമുക്ക് തുറന്ന് കാണിക്കാം കേട്ടോ. നല്ല സ്പോഞ്ച് പോലെ. അതെ, നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഒരു കഷ്ണം കഴിച്ച് നോക്കട്ടെ, നേരത്തെ പൊട്ടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
അപ്പൊ എല്ലാരും ഇതേപോലെ കുട്ടികൾക്കൊക്കെ ഒരു 2 പെൺദോശ മതി രാവിലെ സുഖം, ഒരു ചട്നിയോ ഇനിയിപ്പൊ നിങ്ങക്ക് സാമ്പാർ കൂട്ടിട്ടോ കഴിക്കാം. ഭംഗി കണ്ടാ കഴിക്കാമോ? പിന്നെ കുറെ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഊത്തപ്പം മോഡൽ തന്നെ, പക്ഷെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് കാണാൻ വേണ്ടിട്ട്. നമ്മളൊരു പച്ചമുളകും ചേർക്കണം. ഇനിയിപ്പോ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ അതൊക്കെ ചേർക്കാട്ടോ. ഇപ്പൊ ചേർക്കാതെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ബൺ എന്ന് പറഞ്ഞാല് എരിവൊന്നും ഉണ്ടാവില്ലല്ലോ, ആ ടൈപ്പ് ദോശയോ. അതെ, പിന്നെ അധികം മസാലകളോ ഒന്നും ഇല്ലാതെ വെറും ഉപ്പും എരിവും മാത്രമായിട്ട്. അപ്പൊ നമ്മളിപ്പോ എരിവ് ചേർത്തിട്ടില്ല, എല്ലാ പ്രായക്കാർക്കും അതുകൊണ്ട് കഴിക്കാം സുഖമായിട്ട്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതേപോലത്തെ നല്ല വെറൈറ്റി റെസിപ്പികൾ വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓരോന്നായിട്ട് ഇടാം. അതെ, അപ്പൊ ഓക്കെ, ബൈ.